ഹലോ നമസ്കാരം. IWCampusന്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഗൂഗിളിന് സംഭവിച്ചത്? ഒരു ഔട്ടേജ് നമ്മൾ ഈ അടുത്തിടെ കണ്ടു ഗൂഗിളിൻ്റെ. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 14 ഡിസംബർ 2020 എല്ലാ ഗൂഗിളിലെ സർവീസസും നമ്മൾ ഒരു ഔട്ടേജ് കണ്ടു. അതായത് വർക്ക് ചെയ്യുന്നില്ല, ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ ഇഷ്യൂസ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു, പല ആൾക്കാരും പറഞ്ഞു ഇത് ഹാക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സോളാർ വിൻസിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് മൈക്രോസോഫ്റ്റിനെ അതുപോലെ US ഫെഡറൽ ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ അത് ബാധിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതും തന്നെ ആയിരിക്കാം ഗൂഗിളിൻ്റെ ഈ ഒരു ഔട്ടേജിന് കാരണം എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ കുറേ പേര് പറഞ്ഞു ഗൂഗിൾ പുതിയ സ്റ്റോറേജിൻ്റെ പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു പോളിസി വന്നുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ. ചിലപ്പോൾ ഒരു പക്ഷേ ഗൂഗിളിൻ്റെ സ്റ്റോറേജ് സ്പേസ് മുഴുവൻ തീർന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അവരുടെ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ എന്താണ് സംഭവിച്ചതെന്നുള്ള റൂട്ട് കോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ റൂട്ട് കോഴ്സ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ ഒരു ഐഡിയ ഒന്നും കിട്ടില്ല. എഴുതിയ ആൾക്കും എന്താണെന്നറിയില്ല, നമുക്ക് വായിക്കുന്നത് നമുക്ക് മൊത്തത്തിൽ ഐഡിയ കിട്ടത്തില്ല. എങ്കിലും ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർ പാസ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് മൊത്തത്തിലുള്ള കാര്യങ്ങൾ പബ്ലിക്കലി ഇടാനൊക്കില്ല. കാരണം അവരുടെ ഇൻറ്റേർണൽ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻറ്റേർണൽ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇൻറ്റേർണലി എങ്ങനെയാണ് ഇത് പ്രോസസ്സ് നടക്കുന്നതെന്നൊന്നും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും എന്താ സംഭവിച്ചെന്നുള്ളത് പറയാം. ഗൂഗിൾ യൂസർ ID സർവീസസ് എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. അത് ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ ആണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സർവീസ് റൺ ആകുന്നത്. അതായത് ഓരോ ഗൂഗിൾ അക്കൗണ്ടും എങ്ങനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യണം, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് മെയിൻലി ഉള്ളത്. പിന്നെ ഈ അക്കൗണ്ട് ഡേറ്റ ഓരോ ഗൂഗിൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസിലാണ്. ആ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളാണോ സംഭവിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനായിട്ട് Paxos പ്രോട്ടോക്കോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ Paxos പ്രോട്ടോക്കോൾ എന്താണെന്നും ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യം, ഈ ഗൂഗിളിനൊരു ഒതൻറ്റിക്കേഷൻ സർവീസ് ഉണ്ട്, അതുപോലെ അക്കൗണ്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് ആണ്. അതായത് കഴിഞ്ഞ ഒക്ടോബറിൽ ഗൂഗിൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ യൂസർ ID സർവീസിനെ പുതിയൊരു കോട്ട സിസ്റ്റത്തിലേക്ക് മാറ്റി. അതായത് ഗൂഗിളിൻ്റെ അക്കൗണ്ട് റിസോഴ്സുകൾ, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അക്കൗണ്ടും അതുപോലെ അതിൻ്റെ റിസോഴ്സസും എത്ര ഉപയോഗിക്കാം എന്നുള്ളൊരു കോട്ടയുണ്ട് സാധാരണ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയൊരു കോട്ട സിസ്റ്റത്തിലേക്ക് ഗൂഗിളിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് യൂസർ ID സർവീസ് അവർ മൈഗ്രേറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിൽ പ്രശ്നം പറ്റി. അതായത് ഈ യൂസർ ID സർവീസിന് ഉപയോഗിക്കാൻ പറ്റുന്ന യൂസേജ്, അല്ലെങ്കിൽ എത്ര ഉപയോഗിക്കാം എന്നുള്ളത് 0 എന്ന് ഇൻകറക്റ്റായിട്ട് റിപ്പോർട്ടായിപ്പോയി. സോ അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേസ് പീരീഡിലുമായിരുന്നു ഈ ഒരു മൈഗ്രേഷൻ നടന്നത്. അപ്പോൾ ആ ഒരു ഗ്രേസ് പീരീഡും കഴിഞ്ഞപ്പോഴത്തേക്കിനും, ഗ്രേസ് പീരീഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല. അതുപോലെ ഗ്രേസ് പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ഓട്ടോമേഷൻ കയറി ട്രിഗർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എക്സിസ്റ്റിംഗ് ഡേറ്റാബേസിൻ്റെ ആ ഒരു യൂസേജ് സൈസ് 0 ആക്കി മാറ്റി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളുടെ സർവീസുകൾ, അതായത് ഒതൻറ്റിക്കേഷൻ സർവീസ് വർക്കാകാതെ പോയി. സോ ഇതാണ് ഗൂഗിള് ഇവിടെ നമുക്ക് വേണ്ടി ഈ ഒരു റൂട്ട് കോസ് എന്താണ് എന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഇവർ ഇതിനൊരു റെമഡി ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനിയും ഭാവിയിൽ ഇങ്ങനൊരു ഇഷ്യൂ വരാതിരിക്കാനായിട്ട് നോക്കുന്നത് എന്നുള്ളതാണ് ഗൂഗിൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കംപ്ലീറ്റ് അവരെടുത്ത സ്റ്റെപ്പുകളും എന്തൊക്കെയാണ് ഇനിയും അത് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ ഇമ്പാക്റ്റ് ചെയ്ത ഓരോ സർവീസസും എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എന്തായിരുന്നു അവിടുത്തെ ഓരോ ഇമ്പാക്റ്റും എന്ന് അവർ കൃത്യമായിട്ടിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഇമ്പാക്റ്റിനെ പറ്റി ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് അടുത്തത് ഈ ഒരു Paxos, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു Paxos, അതുപോലെ എങ്ങനെയാണ് അവർ ഈ ഒരു Paxos യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. Paxos എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു നോഡ് അസ്യൂം ചെയ്യാൻ പറ്റുന്ന 3 റോളുകളാണ് ഉള്ളത്. അതിൽ ഒന്നാണ് പ്രപ്പോസർ, പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റർ, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ലേണർ. ഇത് എന്താണ് ഈ 3 റോളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്രപ്പോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരു കാര്യം പ്രപ്പോസ് ചെയ്യുന്ന ഒരാളിനെയാണ് പ്രപ്പോസർ എന്ന് പറയുന്നത്. ആക്സെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ആ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന നോഡുകൾ. അതേപോലെ തന്നെ ലിസണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ ആക്സെപ്റ്റർ പറയുന്നത് അല്ലെങ്കിൽ പ്രപ്പോസർ പറയുന്നത് മാത്രം കേട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ലിസണേഴ്സ് എന്ന് പറയുന്നത്.
അന്നേരം ഗൂഗിളിൻ്റെ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ചിലപ്പം ഒരു നോഡിന് ചിലപ്പം ഈ 3 റോൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു നോഡായിരിക്കും ഉള്ളത്. അന്നേരം എപ്പോഴും ഈ ഒരു പ്രപ്പോസർ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രപ്പോസറിന് എപ്പോഴും ഒരു യുണീക്ക് ഐ ഡി ഉണ്ട്. ഒരു യുണീക്ക് ഐ ഡി, അതിന് പി എന്ന് പറയും. അത് ഒരു യുണീക്ക് ഐ ഡി ഉണ്ട്. അത് ചിലപ്പം ഒരു ടൈം സ്റ്റാമ്പ് ആയിരിക്കും. ആ ഒരു മില്ലി സെക്കൻഡിൻ്റെ ഫ്രാഗ്മെൻസും കൂടെ ചേർത്തിട്ട് വേണേൽ ഒരു ടൈം സ്റ്റാമ്പ് ആയിരിക്കും. ഇതെപ്പോഴും യുണീക്കായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ പ്രപ്പോസർ എപ്പോഴും ഒരു പ്രപ്പോസർ ഐ ഡി വെച്ചിട്ട് എന്താണ് അതിൻ്റെ കണ്ടൻറ്റ് എന്നുള്ളത്, ആ ഒരു കണ്ടൻറ്റും കൂടെ അതിൻ്റെ അകത്ത് പറയും. എന്നിട്ട് എല്ലാവർക്കും കൂടെ മെസ്സേജ് അയക്കും. അതായത് ഒരു പ്രപ്പോസൽ അയക്കുകയാണ്. അന്നേരം ഈ അക്സെപ്റ്റർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്സെപ്റ്ററിന് ഈ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ അക്സെപ്റ്റർ നോക്കും, ഓക്കെ ഇതിന് മുമ്പ് ഈ ഐ ഡിയിലും വലിയ ഐ ഡിയിൽ എനിക്ക് മുമ്പേ മെസ്സേജ് കിട്ടിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഞാനത് ഓക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റർ പറയും, ഓക്കെ ഞാനിത് അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് പ്രപ്പോസറിന് അയക്കും. എന്നിട്ട് ഇതിനു മുമ്പ് ഈ അക്സെപ്റ്ററിന് കിട്ടിയ ഏറ്റവും വലിയ ഐ ഡി ഏതാണോ ആ ഐ ഡിയും ആ ഒരു മെസ്സേജും കൂടെ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറയും, ഇത് ഞാൻ ഓൾറെഡി ഇതാണ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഈ ഒരു പ്രപ്പോസൽ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വർക്ക് ചെയ്ത കാര്യമാണെന്ന് പറഞ്ഞ് ഇതിന് ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ അക്സെപ്റ്റേഴ്സും അയച്ചു കൊടുക്കും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റിലെ തെരഞ്ഞെടുപ്പ് പോലാണ്. അതായത് നമുക്കിപ്പോൾ 10 അക്സെപ്റ്ററുകൾ ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഈ 10ൽ ഭൂരിഭാഗം അക്സെപ്റ്റേഴ്സും എന്താണ് പറയുന്നത്, അതാണ് ഈ ഒരു കംപ്ലീറ്റ് ഒരു അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ നമ്മുടെ അടുത്ത് 6 പേര്, 10 പേരുള്ളതിൽ 6 പേര് യെസ് പറഞ്ഞാൽ എല്ലാവരും ഒരേ കാര്യം അക്സെപ്റ്റ് ചെയ്യും. ബാക്കി 4 പേരും കൂടെ അതേ സെയിം കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് യെസ് പറയും. 6 പേര് പറഞ്ഞല്ലോ, എന്നാൽ പിന്നെ ഞാനും ഓക്കെ എന്ന് പറഞ്ഞ രീതിയിൽ പോകും. അതല്ല, ഇതിനകത്ത് ബഹുഭൂരിപക്ഷം 6 പേര് നോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും എന്നാൽ പിന്നെ ഞാനും നോയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ മറ്റുള്ള തിരഞ്ഞെടുപ്പിനേക്കാളും ഒരു വ്യത്യാസം ഇതാണ്. ഇതിൻ്റെ അകത്ത് ഘടകകക്ഷികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് എല്ലാവരും കൂടെ ഒറ്റൊരു കൺക്ലൂഷനിൽ എത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ഈ ഒരു മെയിനായിട്ടുള്ള കാര്യം. അന്നേരം ഇതിൻ്റെ അകത്ത് ബഹുഭൂരിപക്ഷം പേരും എന്താണോ പറയുന്നത് അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇതെന്തിനാണ് ഇങ്ങനൊരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലാണെങ്കിൽ 100 കണക്കിന് അല്ലെങ്കിൽ 1000 നോഡുകൾ കാണും. ഇതിനകത്ത് പല നോഡുകളും ഡൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ പല നോഡുകളും റീബൂട്ട് ആകും, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ടാവും. അങ്ങനെ പല പ്രോസസ്സുകളും നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള ഡേറ്റകളെല്ലാം ഒരേ ഡേറ്റയാണെന്നും അതുപോലെ അത് കൺസിസ്റ്റൻ്റ് ആണെന്നും അറിയാൻ അല്ലെങ്കിൽ ആണ് എന്ന് ഒരു ഉറപ്പ് വരുത്താൻ കൂടിയാണ് ഈ ഒരു പാക്സ് ഇത് റൺ ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു 3 നോഡുണ്ട്. ഈ ഒരു 3 നോഡിൽ നമുക്ക് ഡേറ്റ നോക്കിയാൽ ഇത് ഡേറ്റയുടെ വേർഷൻ 2 ആണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് വേർഷൻ 1, ഇതിനകത്ത് വേർഷൻ 2 ആണ്. അന്നേരം ശരിക്കും പറഞ്ഞാൽ ഈ നോഡിൽ ഡേറ്റ അപ്ഡേറ്റ് ആയിട്ടില്ല. ഇതിനകത്ത് വേർഷൻ 1 ആയിട്ടേ ഉള്ളൂ. ബാക്കിയില്ലാത്ത വേർഷൻ 2 ആണുള്ളത്. അന്നേരം ഈ ഒരു നോഡിൽ ഔട്ട്ഡേറ്റ് ആണ്. അപ്പോൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അത് നമുക്ക് അറിയണം ഏതൊക്കെ നോഡുകൾ അപ്ഡേറ്റ് ആവാനുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പം വേർഷൻ 3 വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേർഷൻ 3 ഈ ഒരു പ്രപ്പോസൽ സെൻഡ് ചെയ്യുമ്പോൾ ഈ നോഡിന് വേർഷൻ 2 ഓൾറെഡി ഉണ്ട്. അപ്പോൾ വേർഷൻ 3 ആണ്. അപ്പോൾ ഒരു ഹയർ വേർഷനാണ് വരുന്നത്. നമ്മളിപ്പോൾ ഇത് ഐ ഡി ആണെന്ന് വെച്ചു. അപ്പം നോക്കും വേർഷൻ 3 ആണ്. ഓക്കെ, ഐ ഡി വേർഷൻ 3 എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഹയർ ആണ്. അപ്പോൾ ഇത് അക്സെപ്റ്റ് കൊടുക്കും. അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുക്കും. അതേപോലെ വേർഷൻ 1 ആണ്. അപ്പോൾ ഇതിന് മനസ്സിലാവും, ഓക്കെ വേർഷൻ 2 ഉണ്ട്, വേർഷൻ 3 ഉണ്ട്. അന്നേരം ഇത് ഒന്നിൽ ഈ വേർഷൻ 2 ഇത് അപ്ഡേറ്റ് ആയിട്ട് വേർഷൻ 3 അക്സെപ്റ്റ് കൊടുക്കും. ഇവിടെയാണെങ്കിൽ വേർഷൻ 2 ഉണ്ട്, അപ്പോൾ ഇത് അക്സെപ്റ്റ് കൊടുക്കും. അങ്ങനെ ഇത് ചെയ്യും. ആ സമയത്താണ് ഇപ്പം വേറെ ഒരു പ്രപ്പോസൽ വന്നിട്ട് വേർഷൻ 2 എന്ന് പറഞ്ഞ് പിന്നെയും ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവരാരും അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം ഓൾറെഡി വേർഷൻ 3 ഒരു പ്രപ്പോസൽ പറഞ്ഞിട്ടുണ്ട്. സോ അതാണ് ലേറ്റസ്റ്റ് വേർഷൻ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പാണ്. അതുകൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, ഇത് റിജക്റ്റ് ആവും. ഇനി അതേപോലെ തന്നെ വേറൊരാൾ വന്നിട്ട് വേറൊരു പ്രപ്പോസലിനോട് വന്നിട്ട് പറയാണ് വേർഷൻ 4 എന്നുള്ളത്. അന്നേരം ഈ വേർഷൻ 4 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ഇവർക്ക് അഡ്വർടൈസ് ചെയ്യുകയാണ്, ഓക്കെ വേർഷൻ 4 എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാമെന്ന് പറയുമ്പോഴത്തേക്കിനും ഉറപ്പായിട്ട് ഏറ്റവും കൂടിയ വേർഷനാണ് ഇവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അന്നേരം വേർഷൻ 4 ഇവർ ചെക്ക് ചെയ്യും. ഇൻ കേസ് സെയിം ഡേറ്റയാണ് ഇവർ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ഇത് റിജക്റ്റ് ആവും. സോ അങ്ങനെ ഇടയ്ക്ക് കുറേ മെക്കാനിസംസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മെക്കാനിസംസും ഇതിനകത്ത് അപ്ലിക്കബിൾ ആണ്. അപ്പം നിലവിൽ ഒരു പാക്സ് മോഡ് അല്ലെങ്കിൽ ഒരു പാക്സോയ്സ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ കൃത്യമായിട്ടുള്ള
കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിനകത്ത് ഇവർ എല്ലാവരുടെയും ഒരു സമവായം കൃത്യമായിട്ടുള്ള ഡേറ്റയാണ് എല്ലാവരുടെ കയ്യിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും വ്യക്തത വരുത്താനും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്സോയ്സ് റൺ ചെയ്യുന്നത്. സോ ഇതാണ് ഒരു പാക്സോയ്സിനെ പറ്റി ഒരു കുറച്ച് വാചകത്തിൽ പറഞ്ഞാൽ, പക്ഷേ ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഇതിനകത്ത് പല രീതിയിലുള്ള അപ്രോച്ചുകളും പാക്സോയ്സ് ഉണ്ട്, അതിന് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ മറ്റൊരു വീഡിയോ ഇടാം. അപ്പം നിലവിൽ നമ്മളുടെ ഈ ഒരു ഗൂഗിൾ ഇഷ്യൂവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ളൊരു മെക്കാനിസം വെച്ചിട്ട് റൺ ചെയ്ത ഇടയിൽ പറ്റിയ ഒരു അബദ്ധമാണ്, അല്ലെങ്കിൽ തെറ്റായിട്ട്, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാതെ പോയ, അല്ലെങ്കിൽ ഗൂഗിൾ മിസ്സായി പോയ ഒരു ചെറിയൊരു എറർ കൊണ്ടാണ് കംപ്ലീറ്റ്ലി എല്ലാവരെയും ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് ഉള്ള കാരണം, പ്രത്യേകിച്ച് ഒതൻറ്റിക്കേഷൻ സിസ്റ്റത്തിനെ.